തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ പാർക്കിംഗ് നിരക്ക് ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചതിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ചെറിയ തോതിൽ സംഘർഷം രൂപപ്പെട്ടിട്ടുണ്ട് അവിടെ. ഇവിടെ ഉദ്യോഗസ്ഥരുടെ കൈവച്ചിട്ട് തെണ്ടിത്തര കാണിക്കല്. ഞങ്ങളൊരു മാന്യമായ സമരം ചെയ്യാൻ നിങ്ങൾക്ക് കൂടിയുള്ള ആവശ്യമുള്ള സമരം ചെയ്യാമെന്നാണ് നിങ്ങൾ കളിക്കുന്ന ഡിവൈഎഫ്ഐയോടാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ കൈകാര്യം ചെയ്യണം. ഞങ്ങൾ കൈകാര്യം ചെയ്യും. അവരുടെ കയ്യും കാലം അടിച്ചു കൊടുത്തിരിക്കും. ഒരു സംശയം വേണ്ട. നമ്മളെ അടിച്ചവരാണ്, അല്ലാതെ ഉദ്യോഗസ്ഥരാണ്. RPF അടിക്കിട്ട് RPF കൈകാര്യം ചെയ്തിട്ട് പോലീസ് കൈകാര്യം ചെയ്തിട്ട് ഞങ്ങൾ സഹിക്കും. പക്ഷേ ഒരു മര്യാദ സ്വഭാവം അടിച്ചേ, ഒരു മര്യാദ സ്വഭാവമാണ് ഒരു ഉദ്യോഗസ്ഥരാണ് അടിച്ചേക്കുന്നത്. ഇവിടെ ചാല ബ്ലോക്ക് സെക്രട്ടറിയാണ്, ജില്ലാ കമ്മിറ്റി അങ്ങോട്ട് ഒരു തെണ്ടിത്തര കാണിക്കലാണ്. ഈ ഓഫീസിൽ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്നറിയാം. മര്യാദ സ്വഭാവം കളിയത്. ഞങ്ങളെ വീഡിയോ ഉണ്ട്. ആരാണ് അടിച്ചത്? അവരുടെ കയ്യും കാലം അടിച്ചോടിക്കും. മര്യാദക്കാണ് പറയണ. ഞങ്ങൾ അടിച്ചുകൊണ്ടാണ് വിഷമത്തിൽ പറയണ. അങ്ങനെ അടിക്കാൻ നിങ്ങൾക്ക് ആരാവശ്യം എന്നത്? ആരെ ഡിവൈഎഫ്ഐ കണ്ട കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് എന്തൊരു അവകാശം? ഞങ്ങൾ അതിന്റെ ഉദ്യോഗസ്ഥരെ കാര്യം ചെയ്തില്ലല്ലോ. ഞങ്ങൾ അർജുനാത്തോണ്ടാണ് ഒരു മര്യാദ സ്വഭാവം കളിയല്. ഉദ്യോഗസ്ഥരെങ്ങനെയാണ് ഡിവൈഎഫ്ഐ കാലം അടിക്കണ? ഉദ്യോഗസ്ഥർക്ക് ആരാണ് ഡിവൈഎഫ്ഐ കാലം അടിക്കാൻ അധികാരം കൊടുത്ത? RPF അല്ലെങ്കിൽ പോലീസോ ഉണ്ട്. പോലീസാണ് ഇവിടെ ഈ സമരത്തെ കൈകാര്യം ചെയ്യാൻ വന്നത്. അല്ലെങ്കിൽ RPF കൈകാര്യം ചെയ്തിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, സിവിൽ ഡ്രസ് ഇട്ട ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങളെ സഹാവിനെയാണ് അടിച്ചേക്കുന്നത്. ഒരു മര്യാദ സ്വഭാവം. ഞങ്ങൾ ഈ നാടിനെ ബാധിക്കുന്ന വിഷയത്തിലാണ് സമരം ചെയ്യാൻ വന്നത്. പകൽ കൊള്ളയല്ലേ, തീവട്ടി കൊള്ളയല്ലേ. 200 രൂപയാണ് പാർക്കിംഗ് ഫീസ്, 600 രൂപയാക്കണ്, 20 രൂപ 50 രൂപയാക്കണ്. മണിക്കൂർ മാറ്റമുണ്ട്. അല്ല, നിങ്ങൾക്ക് ഫ്രീ ആണ്, സൗജന്യമാണ്. നിങ്ങളെ തിണ്ണമെടുക്കൊണ്ട് നിങ്ങൾക്ക് എന്തോ ആവാം. ഒരു മര്യാദ സ്വഭാവമല്ലേ നിങ്ങൾ കാണിച്ചത്? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു സമരത്തിന് അതിൻ്റെ ഇടയ്ക്ക് മറ്റേ കൈകൊണ്ട് കൈകാര്യം ചെയ്യണത്. കൈകാര്യം ചെയ്തതിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥർ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആ ഉദ്യോഗസ്ഥർ നേരത്തെ ഇവിടെ വന്നപ്പോഴേ പ്രശ്നമാണ്. ഞങ്ങൾ സമരമായി ന്യായമായ വിഷയമായി സമരം വന്നതാണ്. ഞങ്ങൾ വന്നപ്പോഴേ ഉദ്യോഗസ്ഥർ വലിയ പ്രവോക്കടാണ്. ഉദ്യോഗസ്ഥർ വലിയ പ്രശ്നമാണ്. പോലീസ് ഒരു സമരത്തെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഞങ്ങൾ അവിടെ ഇരിക്കണമെന്ന് തീരുമാനിച്ചാൽ ഇനിയും അവിടെ ഇരിക്കും. ഞങ്ങൾ ആളെ വിളിച്ചുകൊണ്ട് വീണ്ടും വരും. ആളെ തീരുമാനിച്ചാൽ ചെയ്യാനുള്ള ശേഷിയുള്ള സംഘടനയാണ് ഡിവൈഎഫ്ഐ. പക്ഷെ ഒരാളെ ഉപദ്രവിക്കുന്നത് വെച്ചാൽ അയാൾക്ക് നല്ല പരിക്കുണ്ടത്. അയാൾ ഇടിക്കുകയെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥരെ ഇടിക്കാതെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടോ ഇടിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത്? ഞങ്ങൾക്കറിയാം ആരാണെന്ന്. ഞങ്ങളുടെ വീഡിയോ ഉണ്ട്. ഞങ്ങളുടെ വീഡിയോ പുറത്തുവിടും. ആ പുറത്തുവിട്ട് ഞങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്യും. ഈ ന്യായമായൊരു വിഷയമല്ലേ, ഈ നാടിനെ ആകെ ബാധിക്കുന്നൊരു വിഷയമല്ലേ ഈ സമരം. ഏതെങ്കിലും നിലയിൽ ഒരാൾ ഈ സമരത്തിനെതിരെ അഭിപ്രായം പറയുമോ? നിങ്ങൾക്കെതിരെ അഭിപ്രായം കാണൂലല്ലോ. നിങ്ങളെ ചില ഉദ്യോഗസ്ഥ മേധാവികൾ നരേന്ദ്രമോദിയുടെ പണം വാങ്ങിച്ചിട്ട് നരേന്ദ്രമോദിക്ക് സേവ ചെയ്യണവരായിരിക്കും. നിങ്ങളെ സേവ ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സേവ. ഇത് കേരളമാണെന്ന് ഓർത്തോളാം. ഇവിടെ നമ്മൾ ന്യായമായ സമരത്തിലാണ്. ഒരു മോശം വാക്ക് പറഞ്ഞില്ലല്ലോ. അകത്തിരുന്ന പോലീസുകാർക്ക് അറിയില്ല, RPFകാർക്ക് അറിയില്ല. നിങ്ങളെ ഉദ്യോഗസ്ഥരുടെ നിങ്ങളൊരു വനിത വന്നല്ലോ. നമ്മളെന്ത് മാന്യമായിട്ടാണ് അവരോട് സംസാരിച്ചത്. അയാൾക്ക് എഴുതിത്തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അയാൾക്ക് പേടിയാണ്, മേലുദ്യോഗസ്ഥനെ പേടിയാണ്. അയാളെ ഇവിടെ നിന്ന് മാറ്റുമെന്ന്. RPFകാരിക്കല്ല എൻ്റെ ഉത്തരവാദിത്തപ്പെടും. അവരെല്ലാം പാവകളൊക്കെ നിൽക്കുകയാണ്. ഈ സമരം ഞങ്ങൾ ഇത് നിർത്തുന്നില്ല. ഈ സമരം ഞങ്ങൾ നല്ല നിലയിൽ കൊണ്ടുപോകും. ഈ സമരം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കില്ല. വലിയ ശക്തിയായ പ്രതിഷേധം നമ്മളിതിൽ രേഖപ്പെടുത്തും. തുടർന്ന് നമ്മൾ ഈ ക്യാമ്പയിൻ തുടരും. നമ്മൾ ഇന്നിവിടെ പോകുന്നില്ല. ഇവിടെ നമ്മൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കും. ഇവിടെ ഈ പറഞ്ഞ നിലയിൽ ഈ ഉദ്യോഗസ്ഥരെതിരായി പോലീസ് ആക്ഷൻ എടുക്കണം. ഞങ്ങളുടെ പരാതിയിന്മേൽ ഈ ചെയ്ത ഉദ്യോഗസ്ഥരെതിരായി പോലീസ് നമുക്ക് പരാതിയുണ്ട്. അതിന്മേൽ കേസെടുക്കണം. ഇവിടെ ഈ സമരം നമ്മൾ തുടരും. ഒരു സംശയവും വേണ്ട. ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നില്ല. ഇവിടെ ഇരുന്ന് സമരം ചെയ്യും. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ പാർക്കിംഗ് നിരക്ക് ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചതിലാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. റെയിൽവേ ഉദ്യോഗസ്ഥർ ഡിവൈഎഫ്ഐ പ്രതിഷേധക്കാരെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഷേധ പ്രതികരണമാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടത്. അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, ആരാണ് ഈ പ്രതിഷേധക്കാരെ അവിടെ കയ്യേറ്റം ചെയ്തത്? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. ലക്ഷ്മി, 15 രൂപ അല്ലെങ്കിൽ 20 രൂപയുണ്ടായിരുന്ന ഫീസാണ് 200 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഡിവിഷൻ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധം സംഘടിപ്പിച്ചത്. ഈ ഉപരോധത്തിനിടെ തങ്ങളുടെ പ്രവർത്തകരെ ഉദ്യോഗസ്ഥരിൽ ഒരാൾ മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത്. ഇവരുടെ
വലിയ തരത്തിൽ കുറെ സമയമായി ഈ ഓഫീസിന് മുന്നിൽ നടക്കുന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് തുടരുന്നത്. പക്ഷേ പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറല്ല. അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് ഉൾപ്പെടെയുള്ള പോലീസ് നടപടിയെ തടഞ്ഞുകൊണ്ട് പ്രവർത്തകർ ഈ മുറ്റത്ത് തന്നെ ഇവിടെ തന്നെ തടിച്ചുകൂടി നിൽക്കാനുള്ള ശ്രമമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് നീക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വലിയ ഭീമമായിട്ടുള്ള ഫീസ് വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ജനങ്ങളെ താങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഒരു കൊള്ള നടക്കുകയാണ്. അതിനെതിരെയാണ് തങ്ങൾ പ്രതിഷേധം നടത്തുന്നത്. ആ പ്രതിഷേധത്തെ ഉദ്യോഗസ്ഥരടങ്ങുന്ന വിഭാഗം വലിയ തരത്തിൽ പ്രതിഷേധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവരെ പോലീസ് വാഹനങ്ങളിലേക്ക് കയറ്റുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ഈ പ്രതിഷേധം ഇവരുടെ ഈ പ്രതിഷേധം തുടരുമെന്നാണ് ഇവർ പറയുന്നത്. വിവിധ നിരക്കുകളിൽ അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.